ജീവിതമെല്ലാം അർത്ഥശൂന്യമായി പോകുമെന്ന് കരുതിയ നിമിഷത്തിലാണ് അവൾ അറിയുന്നത്, ഇതാ നസറേയനാകുന്ന യേശു ഇതുവഴി കടന്നു വരുന്നു. ഏറിയ വർഷങ്ങൾ കൊണ്ട് അവൾ ചുമക്കുന്ന ആ വല്ലാത്ത ഭാരത്തിൻ്റെ നടുവിൽ ഇനിയൊന്ന് പുറത്തിറങ്ങുവാൻ പോലും കഴിയാത്ത സാഹചര്യത്തിനകത്ത് നിലനിൽക്കുമ്പോൾ അവൾ ഡോർ തുറന്ന് ഓടുകയാണ് യേശുവിൻ്റെ അരികിലേക്ക്. അവളെ ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുന്ന നാട്ടുകാരുടെ ഒക്കെ നടുവിൽ അവരെ എല്ലാം വകഞ്ഞു മാറ്റി ഓടിച്ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ച് അവിടെ നിൽക്കുമ്പോൾ യേശു തിരിഞ്ഞു ചോദിക്കുകയാണ്, എന്നെ തൊട്ടതാരാണ്? അങ്ങനെ ചോദിച്ച ചോദ്യത്തിൻ്റെ നടുവിൽ അവൾ നിലവിളിച്ചുകൊണ്ട് വിളിച്ചു പറയുക, ഞാനാണ് എന്ന് പറഞ്ഞ് കർത്തൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുകയും. പ്രിയ ദൈവവേദനയെ അങ്ങനെയാണ് എങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് എൻ്റെ ദൈവം ഇറങ്ങി വരികയും ആ ദൈവത്തിൽ നിന്ന് അസാധാരണമായ വിടുതലിനെ സ്വീകരിച്ചിട്ട് അവിടെ നിന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ ചെയ്തു തന്ന ഉപകാരത്തിന് നന്ദി നന്ദി നന്ദി. അങ്ങനെ നന്ദി പറയുന്ന നിന്നെ വീണ്ടും മാനിക്കാൻ ആ ദൈവം ശക്തനാണ്. അങ്ങനെ നന്ദി പറയാൻ നാം തയ്യാറാകുന്നു എങ്കിൽ നിശ്ചയമായും നാട്ടുകാരെല്ലാം അവളെ രക്തസ്രാവക്കാരി സ്ത്രീയെന്നും ഇവളെ നമ്മുടെ കുടുംബത്തിനകത്ത് കയറ്റാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭ്രഷ്ട് കൽപ്പിക്കുന്ന ആ കാലഘട്ടത്തിനകത്ത് യേശു ചേർത്ത് നിർത്തിയിട്ട് പറയുക, മകളെ സമാധാനത്തോടെ നീ വീട്ടിൽ പോകുക. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, അവൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സമാധാനത്തിനകത്തിൽ കൂടെ അവൾ മുമ്പോട്ട് യാത്ര ചെയ്യുകയും ചെയ്തു എങ്കിൽ പ്രിയ ദൈവവേദനയെ ഈ ദിവസം നിനക്ക് കിട്ടിയ സൗഖ്യം, നിനക്ക് കിട്ടിയ വിടുതൽ, ആ വിടുതലിനെ പുറമോട്ടൊന്ന് ചിന്തിച്ചു നോക്കിയിട്ട് കർത്താവ് ചെയ്തു തന്ന ഉപകാരങ്ങളെ സകലത്തിനെ ഓർത്തിട്ട് കർത്തൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നിട്ട് കർത്താവിനോട് വീണ്ടും വീണ്ടും നന്ദി പറയാൻ നീ തയ്യാറാകുന്നു എങ്കിൽ നിന്റെ അസമാധാനത്തിൻ്റെ മേഖലകളെ മാറ്റി സമാധാനത്തിൻ്റെ സമൃദ്ധിയെ തരുന്ന ഒരു നല്ല കർത്താവ് ഇന്നും നമ്മോട് കൂടെ ജീവിക്കുന്നു. ആ കർത്താവിനാൽ ഈ പ്രഭാതത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബ്ലസ് യു ജീസസ് നെയിം. ആമേൻ.